ഹലോ, വെൽക്കം ടു താടിയും പൊട്ടും ടോക്സ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ബിനു അടിമാലിയും ജിനീഷും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ വലിയൊരു പരമ്പര തന്നെയാണ് ഇപ്പോൾ മീഡിയാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ കൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബിനു അടിമാലി വയ്യാത്ത തൻ്റെ മകളെ വെച്ച് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞു മോങ്ങി നമ്മളൊക്കെ നെഞ്ചു നുറുങ്ങും തരത്തിൽ അഭിനയിച്ച് തകർക്കുമായിരുന്നു ഗൈസ്. ഒരുപാട് പേര് ഇപ്പം എൻ്റെ ചാനലിൽ തന്നെ വന്നിട്ട് ആ പുള്ളി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട്. നമ്മൾക്ക് തെറ്റ് പറയാൻ പറ്റില്ല, നമ്മളെപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളല്ലേ. അപ്പോൾ ആളിങ്ങനെ നെഞ്ചി പൊട്ടി കരഞ്ഞ് കുട്ടീനെയും വെച്ച് സത്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മളും വിശ്വസിച്ച് പോകും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, തെളിവുകൾ സഹിതമാണ് ജിനീഷ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. തെളിവുകൾ സഹിതം ഒരാൾ രംഗത്ത് വന്ന് ഇതുപോലെ ചാനലിലൊക്കെ വന്ന് പറയണമെങ്കിൽ അവർക്ക് ഫുൾ തെളിവുകൾ അവരുടെ കയ്യിലുണ്ടായിട്ട് മാത്രമായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ദാ അതുപോലെ അന്ന് ബിനു അടിമാലി പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നെ സ്റ്റാർ മാജിക് ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുമായിരുന്നു, എന്നെ 2 മാസത്തേക്ക് അവിടെ നിന്ന് പുറത്താക്കി എന്നുള്ളതൊക്കെ പച്ചക്കള്ളമാണ്, ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജിനീഷിനെ ഞാൻ മർദ്ദിച്ചിട്ടില്ല, ഒരു പെയിൻ കില്ലറാണ് മേടിച്ച് കൂട്ടിയത് തുടങ്ങിയ ഒരുപാട് പൊട്ടിക്കരച്ചിലിൻ്റെ ഒരു പ്രവാഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം പച്ച കള്ളമാണ് വീണ്ടും വീണ്ടും ബിനു അടിമാലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സ്ട്രോങ് തെളിവാണ് ഇന്നത്തെ വോയിസ് റെക്കോർഡർ. ആരാണെന്നല്ലേ, നമ്മുടെ ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിൻ്റെ ഷോ ഡയറക്ടർ അനൂപ് സാറാണ്. അനൂപ് സാറ് ജിനീഷിനെ വിളിച്ചിട്ട് ഈ പറയുന്ന ബിനു അടിമാലി ജിനീഷിനെ ഫ്ലോറിൽ വെച്ച് വലിച്ചഴച്ച് കൊണ്ടുപോയി റൂമിൽ കയറ്റി മർദ്ദിച്ചതിനെ പറ്റിയുള്ള സംസാരവും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഓൺ വോയിസ്. നമുക്ക് കണ്ടോക്കാം. ഒറ്റ കാര്യമാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ. ഒരു ചാനലിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരാളെ റൂമിൽ കയറ്റി ഇടിച്ച് അവനെ നശിപ്പിച്ച് അവനെ ക്യാമറ തല്ലിപ്പൊളിച്ച്, അപ്പോൾ ആൾക്കാർ വന്ന് ഡോറ് തല്ലിപ്പൊളിച്ച് കയറി വന്ന് അവനെ രക്ഷിച്ച വ്യക്തിയെ ഒരു ചാനല് പിന്നെ അവിടെ വെച്ചേക്കും. അത് കഴിഞ്ഞ് ആ ദിവസം തന്നെ എനിക്ക് പുറത്തെ ഷൂട്ട് എന്തായാലും കോമഡിയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഒരു മാനസികാവസ്ഥയിൽ എന്തായാലും കോമഡി ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ കോമഡി പ്രശ്നം നടന്നു എന്ന് പറഞ്ഞാൽ അന്ന ദിവസം കോമഡി ചെയ്തു, എപ്പിസോഡ് കഴിഞ്ഞു, പിറ്റേ ഷെഡ്യൂൾ എന്നെ വിളിച്ചു, കോമഡി കളിച്ചു. ഈ കഴിഞ്ഞ ദിവസം കൂടെ എന്നെ ഫ്ലവേഴ്സിൽ വിളിച്ചു, കോമഡി ചെയ്യിപ്പിച്ചു. ഒരു ചാനലിൽ ഒരു വിഷയം നടന്നു, ആ ചാനൽ എൻ്റെ ഒരു കേസെടുക്കൂലേ. അതിന്റെ ഡയറക്ടർ അനൂപ് ജോൺ, വലിയൊരു കോമഡി പ്രോഗ്രാം ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരുപാട് ചാനലിൽ ചെയ്ത ഡയറക്ടറാണ്. ഇതിന്റെ ബാക്കി മേളിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ വലിയ വലിയ ആളുകൾ. ഇപ്പൊ നമ്മൾ കേട്ടത് നമ്മുടെ ബിനു അടിമാലി സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെ ഒരു സംഭവം ജിനീഷ് പറഞ്ഞത് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ ഈ പറയുന്ന ഷോ ഡയറക്ടർ അനൂപ് അടക്കം ഇതിനൊക്കെ കൂട്ടു നിൽക്കുമോ, എന്നെ ആ ഷോയിൽ തുടരാൻ അനുവദിക്കുമോ? അല്ല, എനിക്ക് അതിന് ശേഷം അവിടെ ഒരുപാട് കോമഡി പരിപാടികൾ ചെയ്യാൻ വിളിച്ചു, ഒരുപാട് ഷൂട്ടുണ്ടായി എന്നൊക്കെയാണ് ഇതിൽ പറയുന്ന ഷോ ഡയറക്ടർ അനൂപ് സാറാണ് ഈ പറയുന്ന പരാതിക്കാരൻ ജിനീഷിനെ കോളിൽ വിളിച്ച് സംസാരിക്കുന്ന വീഡിയോ ആണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിലെന്തൊക്കെയാണ് പറയണേ? ഈ മർദ്ദനത്തിൻ്റെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ബിനു അടിമാലി ഇപ്പോഴത്തെ ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വോയിസ് പുറത്തു വിടുന്നത്. നമുക്ക് വോയിസ് ക്ലിപ്പ് കേൾക്കാം. എന്തെങ്കിലും ഇതിനെ പറ്റി പറയണമെങ്കിൽ ശ്രീകണ്ഠ സാറിന്റെ പെർമിഷൻ വേണം. അപ്പൊ അത് സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാർ എന്താ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്ക് അതിനെ പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓഫീസിലല്ലോ വർക്കണത്. അപ്പൊ സ്വന്തമായിട്ട് ഞാൻ പ്രൊഡക്ഷൻ നടത്താണെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ട് പറയാം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാലോ. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറിന്റെ അടുത്ത് പറയണം. ശ്രീകണ്ഠ സാർ എം ഡി ആണല്ലോ, സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ്. എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതെന്താണ് നിന്റെ ഒരു നിലപാട് എന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ നിനക്ക് സംസാരിക്കാം. നിനക്കിപ്പോ നിന്റെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം വിടുവോ നീ?
ഇല്ലടാ, എനിക്ക് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാവും ആളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും. ഞാനത് ചെയ്യൂല, ചെയ്തിട്ടില്ല. ഈ ആരോപണങ്ങൾ ഇനി എന്റെ പിന്നാലെ ഒരു ഇതിനെ പറ്റി ഉണ്ടാവാനും പാടില്ല. പിന്നെ ഞാനത് അതൊക്കെ അത് ന്യായമായ കാര്യമാണ് നീ പറയണത്, ശരിയാണ്. ലീഗലായിട്ട് പോവാന്നുള്ള കണ്ടീഷനിൽ നിന്നായിരുന്നേ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ പിന്നുമായിട്ട് ഞാൻ അതിന് ശേഷം സംസാരിച്ചിട്ടില്ല, അന്ന് അവിടുന്ന് പോയതിനു ശേഷം. അല്ല, എനിക്ക് ഇതിപ്പോ ഞാൻ നാറ്റിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമില്ല. എനിക്ക് ഇതിപ്പോ ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്തു, വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഞാനത് ഞാൻ ചെയ്തിട്ടില്ല, അത് അങ്ങനെ ആരും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ സംഭവമൊക്കെ എനിക്ക് ന്യൂസ് ആക്കായിരുന്നു. അല്ല, എനിക്കറിയാതെ കാര്യങ്ങളൊക്കെ ജിനീഷ്. അപ്പൊ അങ്ങനെ ഇതില് എനിക്കും ഇതുണ്ട്, വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു നടന്നവിടെ. പുള്ളിയുടെ ഹൈപ്പർ ടെൻഷൻ കാരണം കയറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വകുപ്പ് അത്. ഞാൻ പുള്ളിനെ സേവ് ചെയ്യാനൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നാളെ ഇപ്പൊ രണ്ടുപേരും ഇവിടുന്ന് പറഞ്ഞു വെച്ചോ, അയാള് വന്ന് അവരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ മതിചേട്ടനാണല്ലോ തുറന്ന് കേറിയതൊക്കെ. അപ്പൊ അവരെന്നെ വിളിച്ച് ചോദിക്കുന്നു, എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു. നീ ഇപ്പൊ ആരാ? ഇപ്പൊ പോലീസ് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തായാലും വന്ന് ചോദിക്കും, അത് നമുക്കറിയാം. ഞാനിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അതിനകത്ത്. സാറിന്റെ അടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമേ അതിനകത്തൊരു ഫൈനൽ ഉണ്ടാക്കാൻ പറ്റൂ. കാരണം ഒരു ഓഫീസിലും സംഭവിച്ച കേസല്ലേ. പുറത്തായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയായിരുന്നല്ലോ, അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ജിനീഷ, സംഭവമൊക്കെ ശരിയാണ്, നിനക്കുണ്ടായ മാനനഷ്ടങ്ങൾ വളരെ വലുതാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേറി നടക്കുന്ന പറഞ്ഞാൽ ചെറിയ പണിയല്ല. അല്ല, ഞാനത് അതുകൊണ്ടല്ല ഞാൻ ക്യാമറ, എനിക്കെല്ലാം പറഞ്ഞു ക്യാമറ കൊടുക്കേണ്ടി വരും, എനിക്ക് 2 വർഷമായിരിക്കും ക്യാമറ കിട്ടണേ, ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ആള് ഇറന്ന് മേടിച്ചെന്താ ഈ സംഭവം. അത് തീർച്ചയായിട്ടും സംശയമില്ലാത്ത കേസാ. ഞങ്ങളത് 100% ഞാൻ ഇപ്പൊ ചേട്ടനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഒരു ആവശ്യമില്ലാണ്ട് പുള്ളി ഉണ്ടാക്കിയ പ്രശ്നമാണ്. അവൻ സൈഡിൽ കൂടെ നടന്നു പോണ ആളെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കല്ലേ. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോഴും നിന്റെ അടുത്ത് അത് കോംപ്രമൈസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ മനസ്സമാനാണ്, വേറെ കാര്യം. ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാശിയാണ്. ഇയാൾക്കൊരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന ആളുടെ കൂടെ നിക്കത്തുള്ളൂ, അത് വേറെ കേസ്. ആളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരിക്കലില്ല. അതായത് ആളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആളുടെ ഇതൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കില്ല. എനിക്ക് അത്രയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുങ്ങി മാറി നടന്ന് ഇപ്പൊ ലാസ്റ്റ് തന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഞാനാണ് ചെയ്തെന്ന് പറയുമ്പോ അത് ഞാൻ അറിയുന്നു. ലോജിക്കില്ല. പുള്ളി തന്നെ 2 ദിവസം വിളി, ഞാൻ അത് കേൾക്കാണ്ട് നടക്കായിരുന്നു. നമുക്കിത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇയാള് വേറെ ഇയാളോട് പറഞ്ഞാ മനസ്സിലാണല്ലോടാ. ഞാനത് ഏറ്റവും അവസാനം അന്ന് പോയപ്പോ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്ത് ശരിയാക്ക് നോക്കട്ടെ. ഞാൻ പറഞ്ഞു, അവന്റെ മെന്റാലിറ്റി പെട്ടെന്ന് വിളിച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റി അല്ല. അവൻ എത്രയും ചീത്തയും പിടിച്ച് തല്ലും പിടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ പറയും ചോദിച്ചു. കാരണം അവന്റെ ഭാഗത്തില് ന്യായം. അവിടെ നിങ്ങൾ തന്നെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. ആളവിടെ ഇപ്പൊ ഇത്ര ദിവസം എന്നെ അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു. അവിടെ ജിനീഷ് ഭായ് ആയി, മനസ്സിലായ? അതായത് മുന്നേ വിളിച്ചോണ്ടിരിക്കുന്ന അതേ ടോണൊക്കെ. അല്ല, പുള്ളിക്ക് അത് ചെറിയ തട്ട് കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ട്. കണക്ഷന്റെ എടാ, ഇത് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരാസ്മെന്റും പിന്നെ സാധനം എക്യുപ്മെന്റും തട്ടിപ്പൊട്ടിച്ചൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. അത് അയാള് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഫെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കേസിലേക്കേ പോകത്തുള്ളൂ. നീ അയാളെ നശിപ്പിക്കാൻ പോവാണെന്നുള്ള ഒരു പേടി. അങ്ങനെ ഒരു സംഭവം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഈ ഇതെല്ലാം ഞാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനില് ഇപ്പോഴും അയാള് പറയണ ഇവൻ വേറെ ആൾക്കാര് വഴി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞാനെപ്പോഴും ആലോചിക്കുക, നിന്റെ കാര്യം വീട് അടിമാലിക്ക് നീ മാത്രല്ലല്ലോ ഇവിടത്തെ ഇഷ്ടമില്ലാത്ത ആൾക്കാര്. ഒരുപാട് ന്യൂസും വന്നും പോയിക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ. അതെ, ഇങ്ങനൊരു സംഭവം കേട്ടപ്പോ എല്ലാരും അതായത് ന്യൂസ് താഴെ പറഞ്ഞു കിടക്കണേ. അതായത് ഞാനൊരു ചേട്ടനുണ്ടായിരുന്നു മീഡിയയിൽ ഇറക്കണേ. അപ്പൊ ആള് ഇത് മൊത്തം ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തു. ഇവരെല്ലാരും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പൊ എനിക്ക് കേസായിട്ട് വക്കീല് പറയണ ആർക്കും മീഡിയക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാണ്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്കും അതായത് വാർത്തയൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിന്റെ ഭവിഷ്യത്തുകള് ഞാൻ ആളും ഇതാക്കേണ്ടി വരും.
വക്കീൽ പറഞ്ഞു അങ്ങനത്തെ സംഭവത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചാണ്. അപ്പൊ അത് ആൾക്കുള്ള ബുദ്ധിമുട്ടാണുള്ളൂ ഭാവിയില്. അല്ല ഇവിടുന്ന് ഇപ്പൊ നമ്മള് അയാളെ വിളിക്കുന്നുണ്ട്, സാറിന്റെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് കൊടുക്കണം, അതാണ് ഞാൻ എന്നെ വിളിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനും വലിയ താല്പര്യമില്ല നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കേസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സാർ ആ രീതിയിൽ സംസാരിച്ചത് അത് എങ്ങനെയാലും സെറ്റിൽ ചെയ്ത് വിടാനുള്ള ഇതാണ് സാറ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന് പോലീസ് വന്ന് കയറലും ബഹളൊക്കെ. ഇപ്പൊ മണിയിലാണെങ്കിൽ പോലും സാറ് ഡയറക്റ്റ് ഈ കേസിൽ ഇടപെട്ടാണ്. ഇതിപ്പോ വേറെ സ്ഥലത്ത് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് പരോക്ഷമായിട്ടും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. എന്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഇതുവരെയായിട്ട്. എനിക്കിപ്പോ എത്ര എന്നോട് കേസ് നിനക്ക് ഈ സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നീ ഇതിന് വരുമോ? അതിപ്പോ കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ലക്ഷ്യം തന്നെയാണ്. ലാസ്റ്റ് എന്നോട് പറഞ്ഞത് ക്യാമറ പുതിയത് മേടിപ്പിച്ചു തരാം എന്നാണ് വക്കീലിനോട് പറഞ്ഞത്. അതായത് അതിനുള്ള സ്കോപ്പ് ഉണ്ട്, പിന്നെ ഈ വിഷയമായിട്ട് വരരുത്. അതായത് ഞാൻ അങ്ങനെ ചെയ്തിട്ട് നിനക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തണം, പിന്നെ ഭാവിയിൽ ദ്രോഹിക്കരുത്, വാങ്ങിച്ചോ പിടിക്കണം. മതിയോ? മതി. ഓക്കെ, അപ്പൊ ആ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? ഒരു ഷോയുടെ ചാനലിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ ഇൻവോൾവ് ചെയ്യാനോ കാര്യങ്ങൾ തുറന്നു പറയാനോ പറ്റില്ല. പക്ഷെ നിന്നോട് അയാൾ ചെയ്ത പരിപാടി, വെറുതെ നടന്നു പോണം നിന്നെ പിടിച്ച് റൂമിൽ കയറ്റി അയാൾ ചെയ്ത പരിപാടി ശരിയല്ല. അതും തന്നെ ക്ലിയർ അല്ലേ? അതും തന്നെ ക്ലിയർ ആണ് എന്താണ് ബിനു അടിമാലി ചെയ്തതെന്നുള്ളത്, അല്ലേ? ഇനി എല്ലാവർക്കും ഒരു സംശയം കാണും, ബിനു അടിമാലി എന്ന് പറഞ്ഞ വ്യക്തിയെ ഷോയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? ജിനേഷ് പറയുന്നു മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത്. ബിനു അടിമാലി പറയുന്നു എന്നെ ഷോ ഒന്നും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളത്. അതും ഈ ഷോ ഡയറക്ടറിന്റെ വോയിസ് തന്നെ നിങ്ങൾ കേട്ടോ. ബിനു അടിമാലിനെ മാറ്റി നിർത്തി എന്ന് പറയുന്ന വോയിസ് നിങ്ങൾ കേട്ടോ ജിനേഷിനോട് സംസാരിക്കുന്നത്. നീ എന്നാ പോയി കണ്ടത്? അതിന്റെ പിറ്റേ ദിവസമാണ് അയാൾ അവിടെ വന്നത്. രണ്ടുപേരും വശം കേട്ടു. സാറ് പറഞ്ഞത് വിളിച്ച് കോംപ്രമൈസ് ചെയ്യും, അത് രണ്ടുപേരെടുത്തും തീർക്കാനുള്ള രീതിയിലാണ് പറഞ്ഞു. കമ്പനി തീരുമാനം അയാളെ 2 മാസം നമ്മൾ മാറ്റി നിർത്തിയല്ലോ, അത് ക്ലിയർ ആണല്ലോ. അതിനകത്ത് നമ്മളൊരു പണിഷ്മെന്റ് ഇതാണല്ലോ കാര്യം. നീ ഓൾറെഡി നിനക്ക് അതിനുള്ള നീതി കിട്ടിയിട്ടുണ്ട്. 2 മാസം അയാളെ വിളിച്ച് പുറത്താക്കിയിട്ടുണ്ട്. അത്രയും വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് പോലെ അയാളെ വിളിച്ച് 2 മാസം പിടിച്ച് പുറത്താക്കി. പിന്നെ ഷോയ്ക്ക് അത് പുള്ളി പോയിട്ടും വലിയ മാറ്റങ്ങളിലോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ജിനീഷ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വരികയെന്ന് പണ്ടേ പോലെ അറിയാം. ഇവിടുന്ന് നിനക്ക് പേയ്മെന്റും പോയിട്ടുണ്ട് പല പ്രാവശ്യം വന്നതിന്റെ. അത് പ്രൊഡക്ഷൻ വന്നതിന്റെ അല്ല അതിന്റെ പേയ്മെന്റ് പോയിരിക്കുന്നത്. 2 മാസത്തിന് ശേഷം പുള്ളിനെ പിന്നെ തിരിച്ചു വിളിച്ചു. അത് കമ്പനി ഇതൊന്നല്ല, അത് ഒന്നാമത് എന്റെ കയ്യിൽ നിൽക്കണ കാര്യമല്ല. നിനക്ക് അവിടെ ഓഫീസിൽ ചോദിച്ചാൽ എല്ലാവരുടെ അടുത്ത് അറിയാം. അവിടെ രാംകുമാറിനെ വിളിച്ചറിയാം. പുള്ളി അവിടെ വന്നിരുന്ന് കണ്ണും ഇതൊക്കെ. എന്നിട്ട് പോലും ഞാൻ പുള്ളിനെ കാണാൻ വന്നിട്ട്, നിനക്കറിയാലോ അയാളെ തന്നെ കാണാൻ വന്നേന്ന്. അറൗണ്ട് 1 മാസമായി കാണും. നമ്മൾ എന്നിട്ടും പറയുന്നുണ്ട് എന്തായിന്ന്. അയാൾ ഒരു തീരുമാനം എടുക്കുന്നില്ല. അറൗണ്ട് ഒരു 3 ആഴ്ചക്ക് മേലെയായിട്ടുണ്ട് അയാൾ എന്നെ വന്ന് കണ്ടുപോയിട്ട്. നമ്മൾ എന്നിട്ട് പോലും വിളിച്ചിട്ടില്ല അയാള്. ഞാൻ അതിനുശേഷമാണ് വിളിച്ചു. ഞാനൊന്ന് അന്വേഷണം കൂട്ടിയിട്ടാണ് അത് അയാളുടെ അടുത്ത് ക്ലിയർ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അല്ലാണ്ട് ജിനീഷ് വിചാരിക്കണ പോലെ ജിനീഷിനെ നമ്മള് സപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടോ ജിനീഷിനോട് ഒരു വൈരാഗ്യം ഉണ്ടായിട്ടൊന്നല്ല ഇങ്ങനെ കാണിച്ചു കൂട്ടോ. നമ്മള് എപ്പോഴും പറയണ്ടല്ലോ പുള്ളി കാണിച്ചത് തട്ടിത്തരം തന്നെയാണ്, അത് സംശയമില്ലാത്ത കേസാണ്. പിന്നെ ഷോയ്ക്ക് പുള്ളിന് ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. സാറ് പറഞ്ഞതിന് ഒരുത്തന്റെ പണി ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് സാറ് വിളിച്ചോളാൻ പറഞ്ഞത്. അയാൾ അവിടെ വന്നിരുന്നിട്ട് കൊച്ചിന്റെ കാര്യം അതൊക്കെ പറഞ്ഞിരുന്ന് മോങ്ങിയിട്ട പോയെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രാംകുമാർ എന്റെ അടുത്ത് പറഞ്ഞു ഇയാള് കരഞ്ഞിട്ടൊക്കെ ഇറങ്ങി പോണുണ്ട്. സാറ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് നോക്കാം എന്നോട് വിളിച്ചോളാൻ പറഞ്ഞു. അതിനുശേഷമാണ് അയാൾ എന്നെ വന്ന് കണ്ടത്. അപ്പോൾ ഇപ്പം ഈ വോയിസ് കേട്ടില്ലേ? ഈ വോയിസിൽ തന്നെ ക്ലിയർ ആണ്, വെരി ക്ലിയർ. ഷോ ഡയറക്ടർ അനൂപ് സാറ് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അന്ന് ഫ്ലോറിൽ വെച്ചുണ്ടായ കാര്യത്തിൽ ആ കാര്യമായി സംസാരിക്കാതെ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ വിശകലനങ്ങളും കാര്യങ്ങളും മുകളിൽ നിന്നുള്ള നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ ചോദിക്കുന്നു. അവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയണം. ഇത്രയും വഴുക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ആളെ ഫ്ലോറിൽ തുടരണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഭാഗമായി ജിനീഷിനെയും വിളിച്ചു സംഭവങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അന്ന് ആ ഫ്ലോറിൽ മർദ്ദിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ റൂമിൽ കൊണ്ടുപോയിട്ടുള്ളത് സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് ഈ അനൂപ് സാറുമായുള്ള സംഭാഷണം കേട്ട എല്ലാവർക്കും മനസ്സിലാവും. അവർക്ക് ഒരു പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഒരു ചാനലിൽ എന്തെങ്കിലും അവിടുത്തെ ആർട്ടിസ്റ്റുകളായിട്ട് എന്തെങ്കിലും കേസോ കൂട്ടോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാധാരണ ഒരു നിലയിൽ ഇതിന് മുന്നേ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ ആ ഷോയിൽ നിന്നോ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ നിന്നോ അവരെ മാറ്റി നിർത്തും. ആ ഒരു കേസ് കഴിയണവരെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ പുള്ളി മറ്റു ചാനലുകളിലൊക്കെ എന്നെ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ എന്നെ അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചു.
അതിനുള്ള കാരണവും വിശദീകരണവും ഒക്കെ ഈ പറയുന്ന അനൂപ് സാറിൻ്റെ വോയിസിൽ നിങ്ങൾക്ക് ഇനി കേൾക്കാം. ഈ പറയുന്ന ബിനു അടിമാലി ഈ അനൂപ് സാറിനെ പോയി ഓഫീസിൽ പോയി പേഴ്സണലി കാണി നമ്മുടെ മുന്നിൽ നേരത്തെ വന്ന് ഞാനൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് വയ്യാത്ത മോളെയും പിടിച്ച് കരഞ്ഞ് അഭിനയിച്ച് തകർത്തില്ലേ, നമ്മുടെ നെഞ്ചൊക്കെ പെടഞ്ഞില്ലേ. അതുപോലെ തന്നെ ഈ അനൂപ് സാറിൻ്റെ അടുത്തും പോയി ശ്രീകണ്ഠൻ നായരുടെ അടുത്തൊക്കെ പോയി ഇതുപോലെ നിന്ന് നെഞ്ചു പൊണ്ണ തരത്തിൽ എൻ്റെ മോളുടെ കാര്യം പറഞ്ഞ് മോളുടെ വളർത്തണ കാര്യവും അവളുടെ സ്കൂളും അവളുടെ ലൈഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ആരാണെങ്കിലും ഓക്കെ സാരിലെ പോട്ടെ എന്നാൽ തിരിച്ചു കയറാം എന്ന് പറയില്ലേ, പറയും. ഈ ഒരു കാര്യത്തിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതുപോലെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ആ ഷോല് വീണ്ടും തുടർന്നത്? 2 മാസം പുറത്താക്കിയതായിരുന്നു എന്ന് അനൂപ് സാറ് പറഞ്ഞു. ഇനി എങ്ങനെയാണ് വീണ്ടും തുടർന്നത്? നമ്മളൊക്കെ ആളെ പിന്നെയും ഷോല് കണ്ടേന്നുള്ളത് ആ വോയിസ് ക്ലിപ്പ് കേൾക്കാം. അത് ഈ ഷോ ഡയറക്ടറുടെ വോയിസ് തന്നെ നിങ്ങൾ കേട്ടോ, ബിനു അടിമാലിനെ മാറ്റി നിർത്തി എന്ന് പറയുന്ന വോയിസ് നിങ്ങൾ കേട്ടോ. ജിനേഷിനോട് ഗൈസ് ഇതിലെന്നെ വ്യക്തമാണ് ഷോ ഡയറക്ടർക്ക് തന്നെ പുള്ളീനെ വലിയ താല്പര്യമില്ല. ഈ ഷോയില് തന്നെ പുള്ളിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ കൊച്ചിൻ്റെ കാര്യവും പറഞ്ഞ് ഈ കരഞ്ഞ് പിരിഞ്ഞൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ആളങ്ങനെ വെച്ച് പോകണു എന്ന് ഷോ ഡയറക്ടർ അനൂപ് സാറിൻ്റെ വായന അത് കേട്ടു. എന്താല്ലേ, ഒരു വയ്യാത്ത കൊച്ചുണ്ടെന്ന് വിചാരിച്ച് ആ കൊച്ചിൻ്റെ കാര്യവും പറഞ്ഞ് കണ്ണീരും കാണിച്ച് വിറ്റ് നടക്കാൻ നമ്മളും അവരെ ഫാമിലി ഈ ഷോയിൽ വന്നപ്പോൾ അവരെ മോളെ കണ്ടപ്പോൾ ആ എപ്പിസോഡ് ഞാൻ ആലോചിക്കുകയാണ്. ബിനിച്ചേട്ടൻ പറയണത് മോളെ വെച്ച് പറയണതൊക്കെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞ് ആ ഷോ കണ്ടിട്ട്. അപ്പോൾ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ഇവർ ഷോ ഡയറക്ടർ അവിടെ ഇരുന്ന് കട്ടും ആക്ഷനും പറയുന്ന ആ പുള്ളി തന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം ഓരോ കാര്യം. ഇപ്പം ഇതിൽ നിന്നെല്ലാം വ്യക്തമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പറയുന്ന ജിനീഷിൻ്റെ എല്ലാ ആരോപണങ്ങളും, ഫ്ലോറിൽ വെച്ച് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള മർദ്ദനവും ക്യാമറ തല്ലി ഉടച്ച കാര്യവും അടക്കം എല്ലാം അവിടെ സ്റ്റാർ മാജിക്കിൽ 2 മാസത്തേക്ക് പുറത്താക്കിയതും ഇതിലൊരു തീരുമാനം ആയതിനു ശേഷം തിരിച്ച് കയറിയാൽ മതി എന്ന് പറഞ്ഞതും പിന്നീട് അവരവിടെ പോയി കരഞ്ഞ് പിഴിഞ്ഞൊക്കെ രണ്ടാമത് കയറിയ ആൾ പറ്റിയതാണെന്നും അന്ന് ഇതിലൊരു തീരുമാനമായിട്ടില്ല. കേസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു ക്യാമറ 8-9 ലക്ഷത്തിൻ്റെ ക്യാമറയാണ്. ജിനീഷ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നല്ലോ. അപ്പോൾ ഈ ക്യാമറ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ജിനീഷിന് പ്രശ്നമില്ലേ, പുള്ളിയുടെ അന്നാണ്, പുള്ളിക്ക് 2 മക്കളുണ്ട്, ആൾ വാടക വീട്ടിലാണ്. അപ്പോൾ പക്ഷെ എന്തുകൊണ്ട് ഈ ബിനു അടിമാലി ഇതുവരെയായിട്ടും അത് ചെയ്യാൻ നിന്നില്ല? പകരം വിളിച്ച് ഭീഷണി, നമ്മൾ ഭീഷണിയുടെ കാര്യങ്ങളും ആൾക്ക് കൊട്ടേഷനായിട്ട് കമ്പനിക്ക് ഉണ്ടെന്ന് പറയണ ഓഡിയോ ഒക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. വീട് തല്ലി തകർക്കും, നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല, വെട്ടി നേരത്തും എന്നൊക്കെ പറയണതൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ വേറെ നിവൃത്തിയില്ലാണ്ട് ഗതികെട്ട് ആർട്ടിസ്റ്റുകളല്ലേ, അവർക്ക് ഒരുപാട് പേരുകളായിട്ട് കണക്ഷൻസ് ഉണ്ടോ. ഈ മീഡിയയും ഇങ്ങനത്തെ ഓൺലൈനിലെല്ലാം എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് ആളുകളായിട്ട് എപ്പോഴും കണക്ഷൻ ഉണ്ടോ. അപ്പോൾ ഈ പുള്ളിക്ക് പേടിയായി. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് പിന്നെ വേറെ വഴിയില്ല. പിന്നെ ആളുടെ ക്യാമറയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അപ്പം അങ്ങനെ കേസും കാര്യങ്ങളും ആ വഴിക്ക് പോകുന്നു. അപ്പോൾ അത് ഉറപ്പായി നമുക്ക്. ഇതുകൊണ്ടൊന്നും ഇനിയും തീർന്നില്ല. ഇനി അടുത്തത് ഈ സ്റ്റാർ മാജിക്കിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് മധു. ആ പുള്ളിക്കാരനാണ് അന്ന് ഈ സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിൽ വെച്ച് നമ്മുടെ ജിനീഷിനെ പിടിച്ചു വലിച്ച് റൂമിൽ കൊണ്ടുപോയി അടച്ചിട്ട് മർദ്ദിച്ച് ഈ ക്യാമറ എല്ലാം തല്ലി പൊട്ടിക്കുന്ന സമയത്ത് ഡോർ ചവിട്ടി പൊളിച്ചതിൻ്റെ ക്ലിപ്പെല്ലാം നമ്മൾ കണ്ടായിരുന്നു. ആ ചവിട്ടി പൊളിച്ച ആ വ്യക്തിയാണ് സ്റ്റാർ മാജിക്കിലെ സ്ക്രിപ്റ്റ് റൈറ്റർ മധു. ഈ പുള്ളിക്കാരനാണ് ഈ ചവിട്ടി പൊളിച്ച് ഈ ജിനീഷിനെ ഈ നമ്മുടെ ബിനു അടിമാലിയെ കളത്തിന് കുത്തി പിടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ച് മാറ്റി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അപ്പം ഈ മധുവും ഈ ജിനീഷുമായിട്ട് ഫോണിൽ ഇതേ കാര്യത്തെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടി ഉണ്ട്. നമുക്കതിങ്ങി കേൾക്കാം. ഒരുപാട് പേര് കണ്ടു, എല്ലാവരും സാക്ഷികൾ. കാരണം ഉണ്ടല്ലോ, വേറെ ഒന്നുമല്ല, അതിനകത്ത് നിന്റെ ഭാഗത്ത് തന്നെ നിന്നെ അകത്തിട്ടേക്കാണ് എല്ലാരും നിൽക്കല്ലേ ഇവിടെ. ഇപ്പൊ യൂഷ്വലി ഞാൻ വന്നത് നിന്നെ ഉപദ്രവിക്കാണ്ടിരിക്കാനാ ഞാൻ. കാരണം ആരും തുറക്കാൻ നോക്കുന്നില്ല. ഒരുത്തനെ വിട്ടിട്ട് തല്ലിക്കൂലാണെന്ന് നമുക്ക് അറിയണ്ടേ. എനിക്ക് സഹിക്കുവോ? ഇല്ല, ആർക്കും അല്ലല്ലാന്ന് ഇപ്പൊ ഞാൻ പറയണത്. ഇപ്പൊ ഓൾറെഡി എത്ര ഇതാണെങ്കിലും ഇപ്പൊ ആള് വാശി പിടിച്ചോണ്ടിരുന്നോട്ടെ. അതായത് ഇപ്പൊ ഞാനിപ്പോഴും ഞാൻ പറയല്ലേട്ടാ, ഇങ്ങനൊരു സംഭവം മീഡിയ അറിഞ്ഞിട്ടില്ല. എനിക്കത് വേണമെങ്കിൽ മീഡിയക്ക് കൊടുക്കായിരുന്നു. അയ്യോ ശരിയാ ശരിയാ ശരി കറക്റ്റ്.
ഇപ്പള് നല്ല അല്ലെങ്കിൽ കാര്യം മനസ്സിലായി. നല്ല കാര്യം. അപ്പൊ അത് അത് ഞാൻ ചെയ്തത് നല്ലോണം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ സമയത്ത് നീയാന്ന് അറിഞ്ഞു എനിക്കറിയാം. പക്ഷെ നിനക്കൊന്നും പറ്റരുതല്ലോടാ. ആരും മഞ്ഞില്ല, എല്ലാം അകന്ന് നിൽക്കുക. നിന്നെ അകത്തിട്ടാകുമ്പോഴെല്ലാം ചെയ്യണോ എന്താണെന്ന് എനിക്കറിയില്ല. നമുക്കങ്ങനെ പറ്റുള്ളൂ. ഞാനൊക്കെ നമ്മളെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് രക്ഷപ്പെടുത്തും, ഉറപ്പായിട്ട് രക്ഷപ്പെടുത്തിയിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ചവിട്ടിപ്പൊളിച്ച് അകത്തൊന്നും നിന്നോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞത്. നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക, അതാണ് എന്റെ ഉന്നം. ബാക്കി പിന്നത്തെക്കാരൻ പിന്നെ അതിലേ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞില്ലേ, അതാണ് ചെയ്തത് കാര്യം. എന്റെ അടുത്ത് അനുപേട്ടൻ വിളിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ആടിമാലിനെ വിളിച്ചിട്ട് ആളെയും കൂടി വിളിച്ച് സംസാരിക്കുക ചെയ്യണമെന്നായി. സാറ് ഓൾറെഡി അനുപേട്ടനെ വിളിച്ച് ഇങ്ങനെ ഇത് മീഡിയ ഒക്കെ അറിഞ്ഞിട്ടില്ല. ഇനി നെക്സ്റ്റ് അതായത് ഇപ്പൊ എന്റെ അടുത്ത് വക്കീൽ പറഞ്ഞു ഇത് മീഡിയക്ക് നമ്മളായിട്ട് തന്നെ കൊടുക്കണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റേഷനിൽ തന്നെ പോവും. സ്റ്റേഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ രക്ഷയുണ്ടാവും. ഇത് ഓൾറെഡി കോടതിയിലേ തീരുള്ളൂ. അപ്പൊ അത് വലിയ പ്രോബ്ലം ആവും. കോടതി പോയിട്ടുണ്ടെങ്കിൽ അവനെ വിളിപ്പിക്കുക, ആദ്യം സമൻസ് വരും, ചെന്നില്ലേ വാറണ്ട് വരും. അതെ അതെ, നേരെ വാറണ്ടത് അറസ്റ്റ് വാറണ്ടാണ്, കോടതി പിടിച്ചോണ്ട് പോകും, പോലീസുകാരും പിടിച്ചിട്ട് പോകും. ആദ്യം സമൻസ് വരും, ന്യായമായിട്ട് ഹാജരാകാം. എന്നിട്ട് ചെന്നില്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിക്കും. വാറണ്ടാണെങ്കിൽ പോലീസുകാർ വന്ന് ഇവനെ സ്പോട്ടിൽ നിന്ന് വെക്കും. അതാണ് സംഭവിക്കാൻ. ഇപ്പൊ ആളിത് നിസ്സാരമായിട്ട് കാണുന്ന വെച്ചിട്ട് കാര്യം. ഞാൻ ഓൾറെഡി മെഡിക്കലും കാര്യങ്ങളും എന്നെ ഓൾറെഡി എല്ലാം സബ്മിറ്റ്, കേസ് സ്ട്രോങ് ആണ്, മനസ്സിലായോ? അവൻ ചെയ്ത് തെറ്റെന്ന് വെച്ചാൽ ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാൽ ഒരാളെ റൂമിൽ കയറ്റി ഡോറ് കുറ്റിയിട്ടിരിക്കുക എന്നൊരു വധശ്രമമാണ് സാധനം. അല്ല അവൻ നമുക്ക് ഈ ലോ പോലീസൊക്കെ അറിയാം. ഒരാൾ റൂമിൽ കയറി റൂം തുറന്നിട്ടാണ് അവൻ ഒച്ച ഉണ്ടാക്കിയെങ്കിൽ എല്ലാവരും ഓടിക്കൊടും. അപ്പൊ വധശ്രമമല്ല, അകത്ത് ചൂടായെന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടായി, എല്ലാരും കയറിയ പ്രശ്നം പരിഹരിച്ചു. ഇത് ഒരാളകത്ത് കയറി ഡോറ് കുറ്റിയിട്ട് അകത്ത് എന്ത് കാണിച്ചാലും വധശ്രമമാണത്. ഞാൻ പറഞ്ഞു അതാ അവൻ ഒരു മനസാക്ഷിയുള്ളവനാണ് ജിനീഷ്. ഞാൻ ഇവരോട് പറഞ്ഞു അവൻ മനസാക്ഷിയുള്ളവനാണ്. നിനക്കറിയില്ലേ, നിനക്ക് ഒന്നും അറിയാമല്ലോ, കേസ് എന്താണ്, കോടതി എന്താണ്. അവൻ അല്പം മനസാക്ഷിയുള്ളവനായതുകൊണ്ട്, ഇല്ലെങ്കിൽ അവൻ ഞാനാ ചവിട്ടി തുറക്കുന്നതിന് മുമ്പ് അവനെ മതിലെ കൊണ്ട് തലയിടിച്ച് ചോരൊഴിക്കാൻ മാത്രം മതി. ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സാധനത്തിൽ കൈ മുറിച്ചാൽ മതി. എന്നെ ഉപദ്രവിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ജനൂലെന്ന് പറഞ്ഞു അവിടുന്ന്. ചേട്ടാ ഇത് മാത്രല്ല, ആളിത് ഇതിനു മുമ്പ് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോസും കാര്യങ്ങളും എന്തെങ്കിലും ഫോട്ടോസ് ഓഡിയോസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട്, മനസ്സിലായോ? വട്ടത്തൂര് നീ ചെയ്ത് കഴിഞ്ഞാൽ നീ ഒരു പിടിപിടിച്ച വട്ടത്തൂല്ല. അവന്റെ ബുദ്ധി ഉണ്ടാവും, ബോധവും വിവരമുള്ളവനാണെങ്കിൽ നിന്നോട് സംസാരിച്ച് ക്യാമറയെ ശരിയാക്കി തരിക, എന്താ കോംപ്രമൈസ് ആക്കുക ന്യായമായ രീതിയിൽ. അതാണ് വിവരം ഉണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത്. ആള് ചോദിച്ചിട്ടുണ്ടാവും നിസ്സാരമായിട്ട് ആള് സെലിബ്രേറ്റ് അത് ചെയ്യത്തൂല്ല. എന്താണെന്നറിയാമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം 24-ാം തീയതി അതായത് സ്റ്റേഷനിൽ 27-ാം തീയതി എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് സ്റ്റേഷനിൽ നിന്ന് വിട്ടതാണ്. എന്നിട്ട് ഈ സംഭവം കാണിക്കേണ്ട കാര്യമായിരുന്നു. അല്ല അപ്പൊ അതാണ് ഒന്നും കൂടി കേസ് അവനെതിരെ സ്ട്രോങ് ആണത്. ഞാൻ ആദ്യം കൊടുത്തത് കമ്മീഷണർക്കാണ്. ചേട്ടാ ക്യാമറയ്ക്ക് വേണ്ടിട്ട് ഇടിവിലുണ്ടായിരുന്നു. ക്യാമറ ഞാൻ കൊടുത്തില്ല, ഞാൻ എന്റെ അന്നല്ലേ ഞാൻ കൊടുക്കും, ആള് വലിച്ച് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പൊ അത് കഴുത്തി പിടിച്ച് വേണം മേടിച്ചാണ്, മനസ്സിലായോ? അപ്പൊ ഞാനപ്പത് ഇത് ചേട്ടാ ഒരു ആള് ബലമായിട്ട് മേടിച്ചാലും നമ്മുടെ അന്നം ഒരിക്കലും ആൾക്ക് എനിക്കറിയാം ആള് അറിയാൻ വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. പിന്നെ കാണിച്ചത് എന്തൊരു പോലത്തെ റൂമിനകത്ത് റൂം ഊറ്റിയിടുക എന്ന് പറഞ്ഞാൽ കൊലശ്രമമല്ലേ, കൊലപാതകമല്ലേ? ഇത്ര ആൾക്കാർ നോക്കി നിൽക്കണം, ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ പുറത്ത് അവരെല്ലാരും പറയില്ല സംഭവമാണെന്ന്. ഇപ്പൊ ഞാൻ വന്നാൽ ചവിട്ടിത്തൊന്നിനെ കുറെ നേരം കൂടി മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവിടെ നടക്കുന്നത്? അതെ അതെ അതെ, ഞാൻ അവിടെ ഒരു അക്ഷരം മിണ്ടാണ്ടിരുന്നിട്ട് അറിയോ? അതായത് അത്ര ആർട്ടിസ്റ്റിൽ എല്ലാവരും നിൽക്കണം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ വലിയ പ്രോബ്ലം ആക്കി നിന്റെ മുതുകം കുറഞ്ഞ കഴുത്തിന് കയറി പിടിച്ചു നിന്റെ കഴുത്തെ പാടൊക്കെ ഉണ്ട്. എന്നിട്ട് നീയും കൂടി ശരിക്കും തിരിച്ച് പ്രതികരിച്ചെങ്കിൽ അവൻ തിരിച്ച് ശക്തനാവും. അതെ, ശക്തനായി കഴിഞ്ഞ് ഡോറ് തുറന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി അകത്ത് എന്താ നടക്കാൻ പോണത്. അകത്ത് നടക്കാൻ ഭീകരമായിട്ട് മിക്കവാറും കൊലപാതകം എന്തെങ്കിലും നടക്കുകയോ അവൻ. ഞാനിപ്പോ ഒന്നും കൂടി ആക്റ്റീവായി. അതായത് ആളിപ്പോ അത്രയ്ക്കും എന്തൊക്കെ പറഞ്ഞു കൂട്ടി അതിനനുസരിച്ച് ഞാനും കൂടി അവിടെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് അവൻ നിന്നെ പിടിച്ചേക്കണു, അവൻ നിൽക്കണു, നീ വെറുതെ ഇരിക്കുകയാണ്, മലന്നിരിക്കുകയാണ്, കഴുത്ത്. അപ്പൊ നിന്റെ മുഖത്ത് പാടുമൊക്കെ ഉണ്ടായിട്ട് കഴുത്തായി. ഞാൻ ആ സമയത്ത് ചവിട്ടി തുറന്നു. ഇപ്പൊ ഞാൻ ചവിട്ടി തുറക്കാൻ സമയത്ത് ഞാൻ അവിടെ സ്ഥലത്തില്ല. അത് രൂക്ഷമായി നീ പ്രതികരിക്കും വിളിച്ച് എന്തായിരിക്കും നടക്കാൻ അതിനകത്ത്? എന്റെ ക്യാമറ പോയി, മനസ്സിലായോ? ക്യാമറ നിന്നെ ശരിയാക്കി തരണ്ടോ? ന്യായമായിട്ട് ശരിയാക്കി തന്നേ പറ്റത്തുള്ളൂ. വേറെ ഒരു മാർഗ്ഗമില്ല അതിനകത്ത്, വേറെ ഒരു മാർഗ്ഗമില്ല. പിന്നെ നിന്നെ വിളിച്ചു വരുത്തേക്കോണല്ലോ ചെയ്തേക്കണം. അതാണ് പ്രശ്നമായി. അതുകൊണ്ട് നീ ചെന്ന് കയറിയതല്ലോ, കുറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. വിളിച്ചു വരുത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ അതിനകത്ത് ഉരുത്തിരിയും. അതൊക്കെ പ്രോബ്ലമാ. വെറുപ്പ് റൂട്ട്. പിന്നെ നീ നിരപരാധി. നിന്നെപ്പോലത്തെ ഒരുത്തനെ വിളിച്ചുകൊണ്ടുവന്ന് ഡോറ് ഊറ്റിടുക പറഞ്ഞാല് ഒന്നായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഷേവ് ചെയ്തും പല്ലേ ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞേ, അവരാ ഹോസ്പിറ്റലിൽ ഞാൻ ഓർക്കണ്ടേ, ഞാൻ ഭാര്യ
ഞാൻ വന്നു ആദ്യം, അത് കഴിഞ്ഞ് ഞാനും ഭാര്യയും കൂടി വന്നു ഓർക്കണല്ലേ. ഞാൻ നീ അവിടെ നിന്ന് ഞാൻ ഇവിടെ പറഞ്ഞു അവൻ എന്ത് കഷ്ടപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചാൽ അവന് വേണ്ടി അടിമാലിക്കൊണ്ട് അതിന്റെ ഒരു നന്ദിയെങ്കിലും വേണ്ട. കാരണം ഞാൻ ആദ്യം വന്നപ്പോഴും നീ ഉണ്ട്, ഐസിയിൽ വന്നപ്പോഴും നീ ഉണ്ട്, പിന്നെ വൈഫോട്ട് വന്നപ്പോഴൊക്കെ നീ നിൽക്കുകയാണ് ചെയ്യണത്. ഇവൻ അതിനുള്ള സാമാന്യ സെൻസ് ഉണ്ടാവും. സിയാസ് കണ്ടോണ്ടിരിക്കണേ, അത് ഭാര്യ അപ്പുറത്തെ ടേബിളില് ഇരിക്കണേ, ഞാൻ കഞ്ഞി വാരി കൊടുക്കണേ, മനസ്സിലായോ? ഞാൻ കഞ്ഞി വാരി കൊടുക്കണ്, മൂത്രം എടുത്ത് കൊടുക്കാൻ കളയണ്, അത് കഴിഞ്ഞിട്ട് അത് ബാത്റൂമിൽ കൊണ്ടുപോകണം. ഞാൻ സത്യം പറഞ്ഞു ഇവനോട് നമ്മളിത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവനത് കേക്കിലടി വില വിട്ടുകളാ സോൾവ് ചെയ്യാൻ പറഞ്ഞാണ്. അവരെന്നിട്ടും തട്ടായുക്തിയാ പറയണത്. ഒന്നാലൂടെ ചേട്ടാ, 3 വർഷം ഞാൻ ആളുടെ സോഷ്യൽ മീഡിയ കയറിഞ്ഞിട്ട് ആകെപ്പാട് കിട്ടിയത് 10,000 രൂപയാണ് എനിക്ക് തന്നെ അക്കൗണ്ടിൽ ഇട്ടെന്നാണ്. യൂട്യൂബിൽ നിന്ന് വന്ന വരുമാനം അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് എന്നാടാ ഞാൻ എടുത്തു. ഞാൻ അറിഞ്ഞില്ല പൈസ വന്നത്. അത് ഞാൻ മോന്റെ അഡ്മിഷന് വേണ്ടി എടുത്തു പോയി. അപ്പോഴും ഞാനത് ഞങ്ങൾ രണ്ടാളും അത്രയ്ക്കും ബന്ധമായി. നമ്മ ഒരു ഫാമിലി അല്ലെങ്കിൽ ഞങ്ങൾ ചേട്ടൻ ഫുൾ ടൈം ഉണ്ടല്ലോ. ഞാൻ കാണുന്നല്ലേ ഹോസ്പിറ്റലിൽ ഇതിന് എത്ര പ്രാവശ്യം എന്റെ വീട്ടിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നില്ല. അപ്പൊ അത്രയ്ക്കും ഡീപ്പായിട്ട് നിന്നിട്ട് ഇങ്ങനെ കാണിക്കാന്ന് പറഞ്ഞാൽ അത് മായിട്ട് നിനക്ക് ശരിയാക്കി തരണം. അത് ന്യായമാണ്. ചെയ്തത് തെറ്റാണ്, അകത്ത് കയറ്റി ചെയ്തത്. ഞാൻ പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചാണേ. ശരി ശരി ഓക്കെ. ഗൈസ്, ഇപ്പൊ ഈ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടില്ലേ? സ്ക്രിപ്റ്റ് റൈറ്റർ സ്റ്റാർ മാജിക്കിന്റെ മധു ആണ് ജിനീഷിനോട് സംസാരിക്കുന്നത്. ഈ മധു അന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഡോർ അടച്ചിട്ടിട്ട് അങ്ങോട്ട് പിടിച്ച് വലിച്ച് കയറ്റി അകത്ത് ഇയാളെ ജിനീഷിനെ ഈ ബിനു അടിമാലി അടിച്ച് ചിലപ്പോൾ കൊന്നുമായിരിക്കാം. അത് പേടിച്ചിട്ടാവാം ബാക്കി ഈ സ്റ്റാർ മാജിക് താരങ്ങളെല്ലാവരും നിൽക്കുന്നുണ്ടെങ്കിലും ആരും അങ്ങോട്ട് കയറി ചെല്ലാനോ ഒന്നും ചെയ്യാനും നിൽക്കാത്തത് കൊണ്ടാണ് ഈ മധു പേടിച്ചിട്ട് എന്തെങ്കിലും അതിര് കടന്ന് ചെയ്യോ കൊല്ലുവോ. കാരണം ബിനു അടിമാലി എന്ന് പറയുന്ന ഒരാൾ അത്തരത്തിലുള്ള ക്യാരക്ടറാണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഈ മധു ഓടിച്ചെന്ന് ചവിട്ടിപ്പൊളിച്ച് ജിനീഷിനെ ബിനു അടിമാലിയുടെ ക്രൂരതയിൽ നിന്ന് മർദ്ദനത്തിൽ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു ക്യാമറ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരും. ഈ ജിനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ബിനു അടിമാലിൻ്റെ നേരെ കേസ് കൊടുത്ത് കുറെ കാലം പോകണമെന്നോ ആളെ മോശമാക്കണമെന്നൊന്നുമില്ല. കാരണം ആളിപ്പോഴും പേടിച്ച് പഠിച്ചാണ് പറയണത്. കാരണം പുള്ളീനെ എന്തോ പേടിച്ച് പുള്ളീനെ ആത്മാർത്ഥമായിട്ട് ഒരു സ്വന്തം ഒരു ജ്യേഷ്ഠനെ പോലെ കൊണ്ടു നടന്നിട്ടുള്ള ഒരാളാണ് ജിനീഷ്. ജിനീഷിൻ്റെ വാക്കുകളിൽ ഇപ്പോഴും അതുണ്ട്, ബിനിച്ചേട്ടൻ എന്നാണ് പറയണത് പോലും. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. പിന്നെ ഈ പറയുന്ന മധു അതിൽ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ആക്സിഡൻറ്റിന് ശേഷം ഈ ബിനു അടിമാലി കുറച്ചൊരു ഇതായിട്ട് കിടക്കുന്ന സമയത്ത് ഒരു ബൈസ്റ്റാൻഡർ എന്നതിനപ്പുറം സ്വന്തം ഒരാളുടെ പോലെ ഒരു ഏട്ടനെ നോക്കണ പോലെയാണ് ഈ ജിനീഷ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ ബിനു അടിമാലിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അതിൻ്റെ ഒരു നന്ദി പോലും ഇവൻ ഇല്ലാതായല്ലോ എന്ന് ഈ മധു ജിനീഷിനോട് പറയുന്നുണ്ട്. ഈ പറയുന്ന മധു അവരൊരുപാട് പേര് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അത് ചർച്ച ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നില്ലേ അതിൻ്റെ ഒരു നന്ദി പോലും ഈ ബിനു അടിമാലിക്കില്ലല്ലോ. നമ്മൾ ഒരുപാട് കൗണ്ടറുകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഈ കൗണ്ടർ രാജാവ് ബിനു അടിമാലിയുടെ തനി നിറങ്ങൾ ഇപ്പോൾ വെളിയിലായി. ഇനി ഒന്നും ആർക്കും സംശയിക്കേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്താ പറയുക, ഈ പറയുന്ന ഇത്തരത്തിലുള്ള കലാകാരന്മാരെ അല്ല നമ്മൾ കൈനീട്ടി സ്വീകരിക്കേണ്ടത്. കാരണം ഇത് ജിനീഷും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഈ പറയുന്ന ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു കലാകാരനെ സപ്പോർട്ട് ചെയ്ത് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂടെ നിന്നിരുന്ന അവനെ ഈ എന്താ പറയുക മീഡിയ കാലാണെന്ന് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളർത്താൻ വേണ്ടി 3 വർഷത്തിലും മേലെ അവൻ്റെ കൂടെ നിന്ന ബിനു അടിമാലിയുടെ കൂടെ നിന്ന ഒരാളാണ്. എന്നിട്ട് പോലും ഒരു അല്പം ദയ പോലും ഈ ജിനീഷിൻ്റെ അടുത്ത് കാണിക്കാതെ ഇതുപോലെയൊക്കെ അത് ക്രൂരമായുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ ജിനീഷിന് വേറെ നിവർത്തിയില്ല. ജിനീഷ് കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. തനിക്ക് ആ അന്നമായ ആ ക്യാമറ ഒന്ന് തിരിച്ചു തരണം, അത് ശരിയാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് തരണം, അല്ലെങ്കിൽ പുതിയ ക്യാമറ വേണം എന്ന് മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ബിനു അടിമാലി അതും ചെയ്യാൻ തയ്യാറല്ല. എന്ന് മാത്രമല്ല ജിനീഷാണ് എല്ലാം നുണ പറയണേ, താൻ ഒരു തെറ്റും ചെയ്തില്ല അത് പറഞ്ഞു വരുത്തുകയും ചെയ്യും. അതിൽ നിന്ന് വളരെ ക്ലിയറാണ് നമുക്ക് ബിനു അടിമാലി ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വോയിസ് റെക്കോർഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് കമൻറ്റ് ചെയ്യാനുള്ളതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത നല്ലൊരു ടോക്കായിട്ട് കാണുമ്പോഴേക്കും താടിയും പൊട്ടും ടോക്സ്. ബൈ.